അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ പിറ്റേ ദിവസം ആമി ഓഫീസിലെത്തി. പതിവ് പോലെ അവൾ വന്നയുടൻ തൻ്റെ കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്തു. തലേ ദിവസത്തെ ജോലികളൊന്നുമില്ല, പെൻഡിങ്ങിലില്ല എന്ന് ഉറപ്പുവരുത്തി. അതിൻ്റെ ശേഷം അവളിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, തൻ്റെ ഉമ്മാനെ നിശ്ചയത്തിന് കൊണ്ടുവരാൻ എന്താണ് വഴി. ഉപ്പ അവിടെ നിന്ന് വിടില്ല എന്ന കാര്യം ഉറപ്പാണ്. ഉമ്മയില്ലാതെ പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞതിൻ്റെ തന്നെ വിഷമം അവൾക്ക് മാറിയിട്ടില്ല. അതിൻ്റെ കൂടെയാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിന് തീരുമാനമാകുന്ന ദിവസം. ഉമ്മയില്ലാതെ എങ്ങനെ താൻ സഹിക്കും? ഉപ്പയും അമീറും വല്യുമ്മയും അമ്മായിയും എല്ലാവരും വേണമെന്ന് തന്നെയാണ് തൻ്റെ ആഗ്രഹം. പക്ഷേ അവരൊന്നും വരില്ല എന്ന് അവൾക്ക് 100% ഉറപ്പാണ്. എന്നാൽ തൻ്റെ പൊന്നുമ്മ കൂടെ ഇല്ലാതെ എങ്ങനെ ആ ചടങ്ങിൽ താൻ പങ്കെടുക്കും എന്നാലോചിച്ചിട്ട് അവൾക്ക് യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അവൾ മേശമേലിങ്ങനെ തലവെച്ച് ഇങ്ങനെ അവളുടെ കണ്ണെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. കാരണം അവൾക്കറിയാം തൻ്റെ ആഗ്രഹത്തിനേക്കാൾ ഇരട്ടിയാവും ഉമ്മാൻ്റെ ആഗ്രഹം എന്ന്. കാരണം ഏതൊരു ഉമ്മമാരുടെയും ഉപ്പമാരുടെയും ആഗ്രഹമായിരിക്കും വളർന്ന് തങ്ങളുടെ പൊന്നുമക്കളുടെ വിവാഹം എന്ന സ്വപ്നം. എന്നാൽ തൻ്റെ ഉപ്പ എന്തായാലും അങ്ങനെ ചിന്തിക്കില്ല. ഉമ്മയാണെങ്കിൽ തൻ്റെ മറ്റു മക്കളെ പോലെയല്ല. ഉപ്പ ഒരുപാട് തന്നെ കഷ്ടപ്പെടുത്തുന്നുണ്ട് എന്ന് ഉമ്മാക്കറിയാം. അതുകൊണ്ട് തന്നെ റസിയാക്ക് എല്ലാവരോടും ഉള്ളതിനേക്കാൾ ഇരട്ടി വാത്സല്യമാണ് ആമിയോട്. കാരണം തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം തൻ്റെ പൊന്നുമോൾക്ക് കിട്ടുന്നില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവളെ ആ കുറവ് അറിയിക്കാതെ തന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി അവൾക്ക് സ്നേഹം കൊടുക്കാനാണ് റസിയ ശ്രമിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഉമ്മാക്ക് തൻ്റെ മോളുടെ കല്യാണം, അതേപോലെ തന്നെ കല്യാണ നിശ്ചയം എല്ലാം കാണുമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടാവും. ഇതെല്ലാം ആലോചിച്ചപ്പോൾ ആമിക്കുട്ടിയുടെ സങ്കടം ഇരട്ടിയായി. അവളിങ്ങനെ അവളുടെ മുന്നിലുള്ള മേശമേൽ തലവെച്ച് ഇങ്ങനെ അറിയാതെ ഉള്ളം കൊണ്ട് തേങ്ങിക്കരഞ്ഞു. പുറത്തോട്ട് തൻ്റെ ശബ്ദമോ കരച്ചിലോ വരാതിരിക്കാൻ അവൾ പരമാവധി ശ്രദ്ധിച്ചു. അങ്ങനെ അവളിങ്ങനെ കിടക്കുമ്പോഴാണ് സെയിൻ ഡോർ തള്ളി തുറന്നുകൊണ്ട് അകത്തേക്ക് വന്നത്. അവളിങ്ങനെ തലവെച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ അവൻ വിചാരിച്ചു ഒറ്റയ്ക്കിരിക്കുന്നത് കൊണ്ട് വെറുതെ കിടക്കുന്നത് ആവും എന്ന്. അവൻ പതിയെ ശബ്ദമുണ്ടാക്കാതെ അവൻ്റെ ബാഗെല്ലാം അവൻ്റെ ടേബിളിൽ വെച്ച് പതിയെ ഇങ്ങനെ ആമിയുടെ പിന്നിലൂടെ വന്നു. അവൻ വന്നതോ അല്ലെങ്കിൽ തൻ്റെ അടുത്തെത്തിയതോ ഒന്നും അവൾ അറിഞ്ഞില്ല. അല്ലെങ്കിൽ ചെറിയൊരു ശബ്ദം പോലും കേട്ടാൽ ശ്രദ്ധിക്കുന്ന പെണ്ണാണ്. എന്തു പറ്റി എന്ന് സെയിൻ വിചാരിച്ചു. അപ്പോഴാണ് അവളുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് ഇങ്ങനെ ഒഴുകി മേശയിൽ ഇങ്ങനെ തുള്ളിയായി കിടക്കുന്നത് സെയിനിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൻ വിചാരിച്ചു, അയ്യോ തൻ്റെ പെണ്ണിന് ഇതെന്തു പറ്റി, അവൾ കരയുകയാണല്ലോ എന്ന്. അവനിങ്ങനെ പിന്നിൽ നിന്ന് അവളെ ആമി, മോളെ ആമി എന്നെല്ലാം വിളിച്ചു. ആമി അപ്പോഴാണ് തൻ്റെ അടുത്ത് സെയിൻ വന്ന കാര്യം തന്നെ അറിയുന്നത്. അവളിങ്ങനെ തലയുയർത്തി. അവിടെ കണ്ണെല്ലാം നിറഞ്ഞ് ധാരധാരയായി ഒഴുകുന്നുണ്ട്. അപ്പോൾ സെയിൻ ആകെ അന്തം വിട്ടുപോയി. അവൻ ചോദിച്ചു, അല്ല മോളെ, എന്തു പറ്റി നിനക്ക്? എന്താണെങ്കിലും എന്നോട് പറയൂ. നീ ഇനി മുതൽ എൻ്റെ പെണ്ണല്ലേ? എന്തുണ്ടെങ്കിലും നിനക്ക് എന്നോട് പറയാമല്ലോ. ഇങ്ങനെ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ഒറ്റയ്ക്ക് ഉരുകി കഴിയണ്ട. അതിനല്ലേ പടച്ചവൻ എനിക്ക് നിന്നെയും നിനക്ക് എന്നെയും എനിക്ക് നിന്നെയും തന്നത്. എന്തും നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാൻ. അതുകൊണ്ട് ഇനി എന്തുണ്ടെങ്കിലും എന്നോട് പറയണം. എന്താണ് നിനക്ക് പറ്റിയത്? എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴും അവളിങ്ങനെ തേങ്ങി കരയുകയാണ്. സെയിൻ ചോദിച്ചു, ഞാൻ നിന്നോടൊരു സന്തോഷകാര്യം പറയാൻ വേണ്ടി ഓടി വന്നതാണ്. നമ്മുടെ കല്യാണം നിശ്ചയിക്കാൻ പോകുന്നത് നീ അറിഞ്ഞില്ലേ? ഉപ്പ അങ്ങോട്ട് വിളിച്ചില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമെല്ലാം നീയുമായി പങ്കുവെക്കാൻ അത്യധികം സന്തോഷത്തോടു കൂടി വന്നതാണ്. അപ്പോൾ നിൻ്റെ കണ്ണ് നിറയുന്ന ഈ കാഴ്ചയാണ് എനിക്ക് കാണേണ്ടി വരുന്നത്. എന്താണ് എൻ്റെ പെണ്ണിന് പറ്റിയത് എന്ന് ചോദിച്ചു. പറഞ്ഞു, സൈനുക്ക, എൻ്റെ കുടുംബം എനിക്ക് വലുതാണ്. എൻ്റെ ഉമ്മ, ഉപ്പ, അനിയൻ, അതുപോലെ എൻ്റെ ഉപ്പാൻ്റെ ഉമ്മ, അവരെല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടതാണ്. പക്ഷെ അവർക്കാർക്കും എന്നെ വേണ്ട. അപ്പോൾ സെയിൻ പറഞ്ഞു,
ഇതിപ്പോൾ പുതിയ പ്രശ്നമൊന്നുമല്ലല്ലോ ആമി, നീ ഇത്രയധികം സങ്കടപ്പെടാൻ. അതെല്ലാം സത്യം തന്നെയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ഇതുവരെയുള്ള പോലെയല്ല സൈനുക്ക. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കുടുംബം എൻ്റെ കൂടെ വേണ്ടേ? അപ്പോൾ സൈൻ പറഞ്ഞു, എന്തു ചെയ്യാനാ, നിൻ്റെ ഉപ്പാനെയും നിൻ്റെ വല്യമ്മാനെയും അതുപോലെ തന്നെ നിൻ്റെ അമ്മായിനെയും അനിയനെയും അവരെ ഇപ്പോൾ ഒന്നും മാറ്റാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വല്ല അത്ഭുതവും സംഭവിക്കേണ്ടി വരും അവർ മാറണമെങ്കിൽ. ഭീഷണിപ്പെടുത്തിയൊന്നും എന്തായാലും സ്നേഹം പിടിച്ചു വാങ്ങാനോ സ്നേഹം ഉണ്ടാക്കാനോ പറ്റില്ലല്ലോ. അപ്പോൾ ആമി പറഞ്ഞു, അവരുടെ കാര്യത്തിൽ അല്ലെങ്കിലും എന്തെങ്കിലും അത്ഭുതം സംഭവിക്കേണ്ടി വരും. പക്ഷേ എൻ്റെ ഉമ്മച്ചിക്ക് നമ്മുടെ പെണ്ണുകാണൽ ചടങ്ങിൽ തന്നെ കൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ കല്യാണ നിശ്ചയത്തിനും കൂടാൻ കഴിയില്ല. അതാണ് എൻ്റെ സങ്കടം. ഉമ്മച്ചിയില്ലാത്തൊരു കല്യാണ നിശ്ചയമോ കല്യാണമോ എനിക്ക് വേണ്ട. അപ്പോൾ സെയിൻ ചോദിച്ചു, അതിനെന്താ, ഉമ്മാനെ നമുക്ക് പോയി കൊണ്ടുവരാം. അപ്പോൾ അവൾ പറഞ്ഞു, ഉമ്മാനെ ഇനി അവിടെ നിന്ന് പോന്നാൽ പിന്നെ തിരിച്ചങ്ങോട്ട് ചെല്ലേണ്ട എന്നാണ് ഉപ്പ പറഞ്ഞിരിക്കുന്നത്. ഉപ്പ ഒരേ ഒരു വാശിയിലാണ്. അവിടുന്ന് ആരും കല്യാണ നിശ്ചയത്തിനോ കല്യാണത്തിനോ ഒന്നും വരില്ല. അതുപോലെ തന്നെ ഉമ്മാനെയും വിടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടതും സെയിനിന് ആകെ ദേഷ്യം ഇരച്ചു കയറി. അവൻ പറഞ്ഞു, നിന്റെ ഉപ്പയോ വല്യമ്മയോ അനിയനോ അമ്മായിയോ അവരൊക്കെ വരാതിരിക്കുന്നത് അവരുടെ ഇഷ്ടം. എന്നാൽ വരാൻ ആഗ്രഹമുള്ള നിന്റെ ഉമ്മാനെ വിടില്ല എന്ന് പറയാൻ അവർക്ക് എന്ത് കാരണമാണ് ഉള്ളത് എന്ന് ചോദിച്ചു. ആമി പറഞ്ഞു, വേറെന്ത് കാരണം, എന്നോടുള്ള ദേഷ്യം. ഞാൻ സന്തോഷിക്കുന്നത് എൻ്റെ ഉപ്പാക്ക് ഇഷ്ടമല്ല. ഞാൻ സങ്കടപ്പെട്ട് കാണണം എന്നാണ് എൻ്റെ ഉപ്പ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഉമ്മച്ചിയില്ലാതെ ഈ ഒരു നിശ്ചയമോ കല്യാണമോ നടക്കില്ല എന്ന് പറഞ്ഞു. സെയിൻ പറഞ്ഞു, ആമി, നിനക്ക് ധൈര്യമുണ്ടോ നിൻ്റെ ഉമ്മാനെ പോയി വിളിച്ച് ഇറക്കിക്കൊണ്ടുവരാൻ? നിൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ നിൽക്കണം വയസ്സായ വല്യമ്മയും വല്യപ്പയുമല്ലേ? ഇങ്ങനെയുള്ളൊരു ഭർത്താവിന് എന്തിനാണ്? അയാളുടെ കാര്യം മാത്രം നോക്കി സുഖമായി നടക്കുന്ന, പിന്നെ നിൻ്റെ ഉമ്മാൻ്റെ ആകമുണ്ടായിരുന്നൊരു സന്തോഷം നീയാണ്. നീയും ആ പടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ ഉമ്മ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? എന്ന് നിൻ്റെ ഉപ്പാക്ക് നിൻ്റെ ഉമ്മാനെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നു. അന്ന് അയാൾ വേണമെങ്കിൽ വന്ന് കൊണ്ടുപോട്ടെ. നീ എൻ്റെ കൂടെ നിൽക്കുമോ? നിൻ്റെ ഉമ്മാനെ പോയി നമുക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ആമി ആലോചിച്ചു, ശരിയാണ്. ഇത്രയും കാലത്തിനിടയിൽ ഉപ്പാനെ കല്യാണം കഴിച്ച് ഇത്രയും കാലത്തിനിടയിൽ ഒരു സന്തോഷത്തോടെ ഉമ്മ ചിരിക്കുന്നതോ ഒന്നും താൻ കണ്ടിട്ടില്ല. എപ്പോഴെങ്കിലും സന്തോഷിക്കുന്നത് താൻ കൂടെയുള്ളപ്പോഴാണ്. അല്ലാതെ അവിടെ ഉള്ളവർ മുഴുവൻ ഉമ്മാക്ക് എതിര് നിൽക്കുന്നവരാണ്. അത് സ്വന്തം ചോരയിൽ പിറന്ന മകൻ അമീറായാൽ പോലും ഉമ്മാനെ സങ്കടപ്പെടുത്താനാണ്, ഉപ്പാൻ്റെയും വല്യമ്മാൻ്റെയും അമ്മായിയുടെയും എല്ലാം കൂടിയ ഉമ്മാനെ സങ്കടപ്പെടുത്താനാണ് അവനിഷ്ടം. അതുകൊണ്ട് തന്നെ താൻ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ ആർക്കു വേണ്ടിയാണ് ഉമ്മ അവിടെ നിൽക്കുന്നത്? അതുകൊണ്ട് തന്നെ ഉമ്മാൻ്റെ സന്തോഷത്തിനനുസരിച്ച് എന്തായാലും വല്യപ്പാക്കും വല്യമ്മാക്കും ഒരു തുണ ആവശ്യമാണ് ഈ വയസ്സാം കാലത്ത്. ഉമ്മ അവിടെ നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഉമ്മാക്ക് സന്തോഷം, കുറച്ചു കാലമെങ്കിലും സന്തോഷമുള്ളത്. പിന്നെ വല്യമ്മാൻ്റെയോ വല്യപ്പാൻ്റെയോ കാലം കഴിഞ്ഞാൽ താനും ഒക്കെ ഒരു കുടുംബമായി കഴിയുമ്പോൾ ഉമ്മാനെ വേണമെങ്കിൽ തൻ്റെ കൂടെ നിർത്താം. അതിന് പറ്റിയ കുടുംബമാണ് സെയിനും അവൻ്റെ കുടുംബവും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഉമ്മാനെ അവിടെ നിന്ന് കൊണ്ടുവരണം. ഉമ്മാൻ്റെ ഇനി കുറച്ച് എത്ര കാലമാണോ, കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും ഉമ്മ ഇനിയുള്ള കാലം സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ. അവിടെ അടുക്കളയിൽ അടിമയായി കഴിയുന്നതിനേക്കാൾ നല്ലത് ഉമ്മാക്ക് ആ നരക ജീവിതം ഉപേക്ഷിച്ച് പോരുക തന്നെയാണ്. എന്തു വന്നാലും വേണ്ടില്ല. എന്തു വന്നാലും ഉപ്പാൻ്റെ കൂടെ ഉമ്മാനെ ജീവിക്കാൻ ഇനി വിടുന്നത് ശരിയല്ല. കാരണം ഉമ്മാക്ക് താൻ കൂടി ആകെ സപ്പോർട്ടുള്ളത് താനാണ്. തൻ്റെ കല്യാണം കഴിഞ്ഞ് താൻ ആ വീട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ അടുക്കളപ്പണിയും ചെയ്ത് അവരുടെ അടിമയായി കഴിയുകയേ നിവൃത്തി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഉമ്മാനെ കൂട്ടിക്കൊണ്ടുവരണം. അവൾ പറഞ്ഞു സെയിനോട്, ഞാനുണ്ട് സെയിനുക്ക, നമ്മൾ രണ്ടും ഒരുമിച്ച് ചേർന്ന് ഉമ്മാനെ അവിടെ നിന്ന് കൊണ്ടുവരുന്നു. എന്നെങ്കിലും ഉപ്പാക്കോ അമീറിനോ ഉമ്മാനെ ആവശ്യമുണ്ടെങ്കിൽ അവരുടെ എല്ലാ തെറ്റുകളും തങ്ങളുടെ തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് തിരിച്ചറിഞ്ഞ ശേഷം ഉമ്മാനെ വന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ മാത്രം ഇനി ഉമ്മ അങ്ങോട്ട് പോയാൽ മതി. അതുകൊണ്ട് ആമി റസിയാനെ പോയി കൂട്ടിക്കൊണ്ടുവരാൻ സെയിനിനെയും കൂട്ടി പോകുവാൻ തീരുമാനിച്ചു. രാവിലെ 5 മണിക്ക് എണീറ്റ് തുടങ്ങുന്ന ജോലികളാണ് റസിയ. രാവിലെ അടുക്കളയിലെ ചായയും കടിയും
അതുപോലെ തന്നെ അത് കഴിഞ്ഞുള്ള പാത്രം കഴുകലും തുടങ്ങി അന്നേക്കുള്ള ഭക്ഷണങ്ങൾ മുഴുവൻ വെച്ചുണ്ടാക്കി അവിടെയെല്ലാം അടിച്ച് തുടച്ച് എല്ലാവരുടെയും ഡ്രസ്സെല്ലാം അലക്കി അങ്ങനെ എല്ലാ പണികളും ചെയ്ത് അവൾ ഒന്ന് ഭക്ഷണം കഴിക്കുന്നത് തന്നെ 5 മണിയാവും. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കുളിയും കഴിഞ്ഞ് അതിനിടയിൽ നമസ്കാരമെല്ലാം ഓടി വന്ന് നിർവഹിക്കും. അങ്ങനെ അവൾ ഒന്ന് കിടക്കുമ്പോഴേക്ക് ഏകദേശം 5:30 മണിയാവും. അപ്പോഴാണ് അവൾക്ക് ഒന്ന് കുറച്ചെങ്കിലും ഒരു അരമണിക്കൂർ കിടക്കാൻ കഴിയുന്നത്. പിന്നീട് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞാൽ തുടങ്ങും രാത്രിക്ക് ഉള്ള. റസാക്കിനാണെങ്കിൽ ചപ്പാത്തി വേണം, അതിനുള്ള പരിപാടികൾ. അങ്ങനെ പിന്നീട് അതെല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ എന്തായാലും സമയം 12 മണിയാവും. രാത്രി ഭക്ഷണം കഴിക്കലും അത് കഴിഞ്ഞുള്ള പാത്രം കഴുകലും അടുക്കള ക്ലീനാക്കലും എല്ലാം കഴിഞ്ഞ് വീണ്ടും അതേപോലെ തന്നെ പിറ്റേ ദിവസം മുതൽ തുടങ്ങും. അങ്ങനെ അവൾ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം 5 മണിയായപ്പോൾ ഇങ്ങനെ ഒന്ന് റൂമിൽ ഒരു അരമണിക്കൂർ ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. ആമയുണ്ടെങ്കിൽ അവളെങ്കിലും ഉണ്ടാവും ഒരു കൈസഹായത്തിന്. അവൾ ജോലിക്ക് പോകുന്നതിന് മുൻപ് രാവിലെ ഒരുവിധം എല്ലാ ജോലികൾക്കും ഉമ്മാനെ സഹായിക്കും. അതുപോലെ തന്നെ രാത്രിയും അവൾ എല്ലാം സഹായിക്കും. അതുകൊണ്ട് തന്നെ ഒരു 10 മണിയാകുമ്പോഴേക്ക് റസിയാക്ക് കിടക്കാൻ കഴിയാറുണ്ട്. എന്നാൽ അവൾ പോയ ശേഷം മിക്കവാറും 12 മണി കഴിയും. അങ്ങനെ അവൾ ഒന്ന് നടുനിവർത്താൻ കിടന്നതാണ്. ആ സമയത്താണ് നമ്മുടെ ജമീലത്ത വരുന്നത്. ആഹാ, തമ്പുരാട്ടി മയങ്ങുകയാവും അല്ലേ? അതേ, അവിടെ വിറക് കീറാൻ കിടക്കുന്നുണ്ട്. ഇനി രാത്രിയായാൽ അടുപ്പിൽ കത്തിക്കാൻ നിനക്ക് വിറകുണ്ടാവുമോ? കുറച്ച് വിറക് കീറിക്കൊടുന്ന. അപ്പോൾ നമ്മുടെ റസി പറഞ്ഞു, ഉമ്മ വിറകൊക്കെ അവിടെ ഉണ്ടല്ലോ, 2-3 ദിവസത്തേക്ക് ഉള്ളത് ഉണ്ട്. ഇനി ഞാൻ നാളെ കീറിക്കോളാം, ഇന്ന് എനിക്ക് വല്ലാത്ത നടുവേദന എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ജമീലത്ത പറഞ്ഞു, ആ, നിന്റെ നടുവേദന കള്ളത്തരമല്ലാതെ പറയില്ല. നിനക്ക് ഇവിടെ എന്ത് പണിയാടി ഉള്ളത്? പിടുപ്പതി പണിയല്ലേ. മര്യാദക്ക് ആ വിറക് കൂടി കുറച്ച് കീറി അവിടെ കൊണ്ടുവന്ന് വെക്ക്. രാത്രി ഇനി പുറത്തിറങ്ങാനൊന്നും എന്നെ വിളിക്കരുത്, മര്യാദക്ക് കൊണ്ടുവന്ന് വെച്ചോ എന്ന് പറഞ്ഞു. ഇത് കേട്ടത് റസിയ പറഞ്ഞു, ഉമ്മ ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? എന്നും ഞാൻ മഗ്‌രിബിയുടെ മുന്നേ തന്നെ എല്ലാം കൊണ്ടുവന്ന് വെക്കാറുണ്ട്, ഇന്നും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ജമീലത്ത് പറഞ്ഞു, ഇപ്പേ മഴക്കാലമാണ്, എപ്പോഴാണ് മഴ പെയ്യുക എന്നറിയില്ല. അതുകൊണ്ട് ഒരാഴ്ചക്കുള്ളതെങ്കിലും ഇവിടെ കീറി റെഡിയാക്കി വെക്കണം. അതുകൊണ്ട് കുറച്ചുകൂടി അത് തികയില്ല, അവിടെ 2-3 ദിവസത്തിനെ കാണുകയുള്ളൂ. കുറച്ചുകൂടി വിറക് കീറി നീ വെറുതെ കിടക്കുകയില്ല, അല്ലാതെ ഒരു ജോലി ചെയ്യുന്നില്ല. അല്ലെങ്കിലും അതിന് മാത്രം ഇവിടെ മലമറിക്കുന്ന പണികൾ എന്താണുള്ളത്? ആകെ 3-4 പേരുണ്ട്. അതിനാണിപ്പോൾ അവളിങ്ങനെ പറയുന്നത്. മര്യാദക്ക് അതെല്ലാം കീറിക്കൊണ്ടുവന്ന് വെക്കുക എന്ന് പറഞ്ഞു. ഇത് കേട്ടതും റസിയ ഇനി ഉമ്മാനോട് തർക്കിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് അവൾ എണീറ്റ് വിറക് കീറാൻ വേണ്ടി പോയി. അങ്ങനെ അവളിങ്ങനെ വിറക് കീറിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുന്നിൽ ഉമ്മറത്ത് തന്നെ ഒരു ഗേറ്റിൻ്റെ അവിടെ ഒരു കാർ വന്ന് നിൽക്കുന്നത് കണ്ടത്. അവളിങ്ങനെ അത് ചിലപ്പോൾ വീട്ടിലേക്കുള്ള ആരെങ്കിലും ആയിരിക്കാമെന്ന് വിചാരിച്ച് അവൾ അവളുടെ ജോലി തുടർന്നു. അപ്പോഴാണ് ഗേറ്റ് കടന്ന് വരുന്ന ആളെ അവർ ശ്രദ്ധിച്ചത്. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ സെയിനിൻ്റെ കൈയും പിടിച്ച് വരുന്ന ആമയായിരുന്നു. ഇത് കണ്ടതും റസിയ ഓടിപ്പിടഞ്ഞ് വിറകെല്ലാം അവിടെ ഇട്ട്, അയ്യോ ആരിത്, ആമിമോളോ? എന്താണ് വരുന്ന വിവരം പറയാതിരുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഇത് കണ്ടതും ആമി ചോദിച്ചു, അല്ല ഉമ്മ, എന്താ നിങ്ങൾ പരിപാടി ഈ സമയത്ത് എന്ന് ചോദിച്ചു. അപ്പോൾ റസിയ പറഞ്ഞു, മോളെ വിറക് കീറി എടുക്കുകയായിരുന്നു, ഇനി മഴ എങ്ങാനും പെയ്താലോ, ഒരു 3-4 ദിവസത്തിനുള്ള വിറക് കീറി വെക്കാൻ നിൽക്കുകയായിരുന്നു പറഞ്ഞു. അപ്പോൾ ആമി ചോദിച്ചു, ഉമ്മാൻ്റെ ജോലികളെല്ലാം ഇപ്പോൾ തീർന്ന് ഉമ്മ ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയമാണല്ലോ, അപ്പോൾ റെസ്റ്റ് എടുത്തൂടെ, ഊരവേദന ഉള്ളതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ റസിയ പറഞ്ഞു, അല്ല മോളെ, അത് ഞാനിങ്ങനെ അവിടെ വെറുതെ നിൽക്കും, എനിക്കറിയാം ഇതൊക്കെ വല്യമ്മാൻ്റെ പണിയാവും, അവിടെ വിറക് സ്റ്റോക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി തരണം, അതല്ല അവിടെ ഇട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോര്, അത്യാവശ്യ കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് അവൾ ഉമ്മാനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. റസിയ വിറക് കീറുന്നതും നോക്കി സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു റസാക്കിൻ്റെ ഉമ്മ ജമീല. അവൾ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടോ അതോ ഇടക്ക് റെസ്റ്റ് എടുക്കുന്നുണ്ടോ, എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഇങ്ങനെ ഇരിപ്പാണ്. വേറെ പണിയൊന്നുമില്ലല്ലോ, റസിയാനെ തന്നെ നോക്കിയിരിക്കുകയല്ലേ.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആമിയും സെയ്നും റസിയയും ഇങ്ങനെ ഗേറ്റിൻ്റെ ആ ഭാഗത്ത് നിന്ന് നടന്നു വരുന്നത് ജമീലത്ത കണ്ടത്. സെയ്നിനെയും ആമിയെയും കണ്ടപ്പോൾ തന്നെ ജമീലത്താക്ക് മനസ്സിലായി എന്തോ പന്തികേടുണ്ട് എന്ന്. കുത്തനെ അവർ റസാക്കിൻ്റെ റൂമിലേക്ക് ഓടി. റസാഖാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇങ്ങനെ കണ്ടു കിടക്കുകയാണ് അവൻ്റെ റൂമിൽ. അടുത്തു തന്നെ മറ്റൊരു ഫോണിൽ തോണ്ടിക്കളിച്ചുകൊണ്ട് ആമീറും കിടപ്പുണ്ട്. അങ്ങനെ കിടക്കുമ്പോഴാണ് ഓടിപ്പാഞ്ഞു വരുന്ന ഉമ്മയെ കണ്ടത്. റസാക്കേ, എടാ റസാക്കേ, നീ ഇവിടെ ഇങ്ങനെ കിടന്നു, ഉമ്മറത്ത് ആരാ വന്നിരിക്കുന്നത് എന്നറിയോ എന്ന് ചോദിച്ചു. ഇത് കേട്ടതും റസാക്ക് ചോദിച്ചു, നിങ്ങളുടെ ഓടിപ്പാഞ്ഞുള്ള വരവ് കണ്ടാൽ വല്ല പുലിയും കടിക്കാൻ വന്നതുപോലെയുണ്ടല്ലോ, ആരാണ് എന്ന് ചോദിച്ചു. ആ, പുലിയല്ലടാ, അതിലും വലിയ കാട്ടുപോത്താണ് വന്നിരിക്കുന്നത്, നീ വന്ന് നോക്ക് ആരാണെന്ന്. അപ്പോൾ റസാക്ക് ചോദിച്ചു, ആരാണെന്ന് പറയും നിങ്ങൾ പറഞ്ഞു വിടാൻ പറ്റിയ ആളാണെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞു വിട്ടാൽ മതി, ഞാൻ വരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. എടാ, ആ ഒരുമ്പട്ടവളില്ലേ, നിൻ്റെ മകൾ എന്ന് പറയുന്നവൾ. അപ്പോൾ റസാക്ക് ചോദിച്ചു, ആര് എന്ന്. എനിക്ക് 2 മക്കളേ ഉള്ളൂ, അവരെ നിങ്ങളെന്താ ഒരുമ്പട്ടവൾ എന്നൊക്കെ വിളിക്കുന്നത്? എടാ, നിൻ്റെ ആ 3ാമത്തവളില്ലേ, നശിച്ചവൾ, അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന അവനെയും കൂട്ടി വന്നിട്ടുണ്ട്. ഇത് കേട്ടതും റസാക്ക് ചാടി എണീറ്റു. ഒരു ഷർട്ട് പെട്ടെന്ന് എടുത്തിട്ട് മുന്നിൽ ഓടിപ്പാഞ്ഞ് അതിൻ്റെ പിന്നിൽ ആമീറും അതിൻ്റെ പിന്നിൽ ജമീലത്തയുമായി സെയ്നിൻ്റെയും അതുപോലെ തന്നെ ആമയുടെയും റസിയാൻ്റെയും മുന്നിലേക്ക് ഉമ്മറത്തേക്ക് പാഞ്ഞു വരികയായിരുന്നു റസാക്ക്. നിൽക്കവിടെ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ഉമ്മറത്തേക്ക് കാല് വെക്കാൻ നിന്ന സെയ്നും ആമിയും റസിയയും ഒരുപോലെ അന്തം വിട്ട് മുറ്റത്ത് തന്നെ നിൽക്കുകയായിരുന്നു. എന്താണ് നിനക്കെൻ്റെ വീട്ടിൽ കാര്യം? ഈ പടി കയറിപ്പോകരുത് എന്ന് പറഞ്ഞ് ഒരു ഒച്ച ഉയർത്തി ആക്രോശിക്കുകയായിരുന്നു റസാക്ക്. ഇത് കേട്ടതും അകത്തേക്ക് കയറണോ വേണ്ടയോ എന്ന ചിന്തയിൽ ആമിയും അതേപോലെ തന്നെ റസിയയും നിൽക്കുകയായിരുന്നു. എന്നാൽ അവരെയെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് ആദ്യം തന്നെ അകത്തേക്ക് കയറിയത് സെയ്നായിരുന്നു. എന്തും നേരിടാനുള്ള ഒരു പോരുകോഴിയെ പോലെ.